കൺട്രോൾ കൊണ്ടുവരിക എന്നുള്ളതാണ് പ്രധാനം. അപ്പൊ അതിന് ചെയ്യേണ്ടതാണ് ഒരു ക്യാഷ് ഫ്ലോ ബഡ്ജറ്റിംഗ് നടത്തണം. ക്യാഷ് ഫ്ലോ ബഡ്ജറ്റിംഗ് ഉണ്ടാക്കുന്നത് ബേസിക്കലി എക്സ്പെക്ട് ചെയ്യുന്ന ക്യാഷ് ഇൻഫ്ലോവും ഔട്ട്ഫ്ലോവിനെയും വളരെ കൃത്യമായിട്ട് ഉണ്ടാക്കാനുള്ള ഇഷ്ടം പോലെ ടൂളുകൾ, ഫ്രീ ആയിട്ടുള്ള ടൂളുകൾ, അതായത് എക്സൽ ടൂളുകൾ, ടെംപ്ലേറ്റുകൾ ഗൂഗിൾ ചെയ്താൽ നിങ്ങളുടെ അക്കൗണ്ടന്റിന് കിട്ടും. ഓക്കെ, ആ ടൂളുകളിലോട്ട് നമ്പേഴ്സ് ഇടുക. എന്നിട്ട് ഓരോ ദിവസവും ഓരോ എക്സ്പെൻസുകളും വരുമ്പം അതുമായിട്ട് മാച്ച് ചെയ്ത് പോകണം. ഉദാഹരണത്തിന് നിങ്ങൾക്ക് ട്രാൻസ്പോർട്ടേഷന്റെ ടോട്ടൽ എക്സ്പെൻസ് ഈ മാസം ഒരു $10,000 ആണെന്നിരിക്കട്ടെ. $1,000 എക്സ്പെൻസ് വരുമ്പോൾ അതിന്റെ കൂടെ തന്നെ സ്റ്റേറ്റ്മെന്റും വേണം. എന്ത് സ്റ്റേറ്റ്മെന്റ്? ക്യാഷ് ഫ്ലോ പ്രൊജക്ഷന്റെ സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ 10,000 9,000 ആയി എന്ന് നമുക്കറിയാം. അടുത്ത പ്രാവശ്യം അടുത്ത വൗച്ചർ വരുമ്പോൾ 8,000 ആയി എന്ന് നമുക്കറിയാം അല്ലെ. ആ രീതിയിൽ ഓരോ മാസവും നമ്മളുടെ ട്രാക്ക് നമ്മുടെ കണ്ണിലും കൺട്രോളിലും സൂക്ഷിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാഷ് ഫ്ലോ ഇഷ്യൂസിനെ ബഡ്ജറ്റിംഗിലൂടെ പരമാവധി കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഈ ഒരു സംഗതി നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ചെയ്യുക. നിങ്ങൾ ആരെങ്കിലും ബഡ്ജറ്റ് ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് നമ്മളായിട്ട് ഷെയർ ചെയ്യൂ. ഈ കമന്റ് ബോക്സിൽ അതിനെക്കുറിച്ച് കേൾക്കാൻ താല്പര്യമുണ്ട്.